രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് സ്മൃതി ഇറാനി. ഇത് സ്മൃതി ഇറാനിയുടെ മനംമാറ്റമാണോ, സ്ട്രാറ്റജിയാണോ, നിന്ദാസ്തുതിയാണോ? എന്തുകൊണ്ടാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പോസിറ്റീവായി പ്രശംസിച്ചത്? നേരത്തെ സ്മൃതി ഇറാനിയെ ഇലക്ഷൻ പരാജയപ്പെട്ട ശേഷം ഏറ്റവും മൃഗീയമായി തന്നെ അവരെ ആക്രമിക്കുകയുണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിൽ. അന്ന് രാഹുൽ ഗാന്ധിയാണ് സ്മൃതി ഇറാനിയുടെ ഡിഫൻസിനെത്തിയത്, അവരെ പ്രതിരോധിക്കാൻ എത്തിയത്. ഇത് അതിനുള്ള നന്ദി പ്രകടനമാണോ തുടങ്ങിയ രസകരമായ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. मुझे लगता है कि राहुल गांधी की पॉलिटिक्स में एक चेंज आया है. पॉलिटिक्स में चेंज आया है. He thinks he has tasted success. तो इफ यू नोटिस कहाँ जाके कास्ट का जब वो बोलते हैं, जैसे कि मैंने कहा उनके इतने साल की राजनीति में पहली बार वो एज एन इंस्ट्रूमेंट बोल रहे हैं, टी शर्ट पहनते हैं पार्लियामेंट में, तो वो जानते हैं कि उस वाइट टी शर्ट का एक युवा पीढ़ी में वो क्या संदेश देना चाह रहे हैं. तो हम इस गलत फहमी में ना रहें कि वो कोई भी कदम जो है वो आपको कदम अच्छा लगे बुरा लगे, वो कदम आपको बचकाना लगे, लेकिन वो अलग पॉलिटिक्स सब कर रहे हैं. നമസ്കാരം. രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി റൈവൽറി അല്ലെങ്കിൽ ഇവരുടെ വൈര്യം വളരെ ഫേമസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സാമൂഹിക രാഷ്ട്രീയ കുടുംബമായ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായിരുന്നു രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി അട്ടിമറിച്ചത്. അന്നു മുതൽ തന്നെ സ്മൃതി ഇറാനിയെ രാഹുൽ ഗാന്ധിക്ക് ഒരു എതിരാളിയായി, പ്രത്യേകിച്ച് സ്ത്രീ കൂടിയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ വലിയൊരു ശ്രമം നടക്കുകയുണ്ടായി. സ്മൃതി ഇറാനി പക്ഷേ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അടക്കമുള്ള വലിയ വിജയത്തിൽ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കിഷോറിലാൽ അടക്കമുള്ള പലരുടെയും വിജയത്തിൽ സ്മൃതി ഇറാനിക്ക് കടപുഴുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അന്ന് സ്മൃതി ഇറാനിയെ ഒരുപാട് പേർ വളരെ മോശകരമായി ട്രോൾ ചെയ്തപ്പോൾ, അബ്യൂസ് ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയാണ് BJP നേതാക്കൾക്ക് മുമ്പേ അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയത്. അത് വളരെ പോസിറ്റീവാണ്. ഇന്നാണ് സ്മൃതി ഇറാനി ആദ്യമായിട്ട്, ഇന്നെന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് സ്മൃതി ഇറാനി ആദ്യമായി അവരുടെ നിലപാട് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. അത് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. രാജ്യത്തിലെ യുവാക്കൾക്ക് അദ്ദേഹം ഒരു വൈറ്റ് ടീഷർട്ട് ഇടുന്നതിലൂടെ പോലും ഒരു മെസ്സേജ് കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചും ജാതി സെൻസസിനെ കുറിച്ചും ആണെങ്കിലും സമ്പത്ത് വിതരണം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിലും ഒക്കെ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും അതൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് സ്മൃതി ഇറാനി പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കിഷോറിലാൽ ശർമ്മയുടെ കയ്യിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ സ്മൃതി ഇറാനിയെ രാഹുൽ ഡിഫെൻഡ് ചെയ്തത് വളരെ കൗതുകം ഉണ്ടാക്കി. അത് രാഹുൽ ഗാന്ധിയുടെ നന്മയാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആരാണെങ്കിലും, നമ്മുടെ പക്ഷത്താണെങ്കിലും എതിർപക്ഷത്താണെങ്കിലും നമ്മൾ കാണിക്കേണ്ട കുറേ മര്യാദകളുണ്ട്, കുറേ നന്മകളുണ്ട്. അത് രാഹുൽ ഗാന്ധി പാലിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനാക്കുന്നത്. രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയിൽ മാറ്റമുണ്ടായി എന്ന് സ്മൃതി ഇറാനി പറയുന്നു. രാഹുൽ ആള് മാറി, ഒരു പുതിയ രാഹുൽ ഗാന്ധിയാണ് വരുന്നതെന്ന് പറയും. രാജ്യത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് രാഹുൽ ഇറങ്ങിച്ചെല്ലുന്നു. രാഹുൽ ഗാന്ധിയുടെ മെസ്സേജ് യുവാക്കൾക്ക്, യുവതികൾക്ക്, പിന്നോക്കക്കാർക്കടക്കമുള്ള വ്യത്യസ്ത കോൺസ്റ്റിറ്റുവൻസിയിൽ രാഹുൽ ഗാന്ധിയുടെ മെസ്സേജ് എത്തുന്നു. പണ്ട് രാഹുൽ ഗാന്ധി ടെമ്പിൾ റൺ അടക്കം, അല്ലെങ്കിൽ സ്മൃതി ഇറാനി പറയുന്ന ടെമ്പിൾ റൺ അടക്കം, അമ്പലങ്ങളിൽ പോയതടക്കം വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളും രാഹുൽ ഗാന്ധിയുടെ മൂവും മാറും. ഒരു വ്യക്തി മാറുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയുക? അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ അവരെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് വെച്ചാണ്. ഗാന്ധിജിയെക്കുറിച്ച് മൗണ്ട് ബാറ്റൻ പറയുന്നതാണ് നമുക്ക് ഏറ്റവും നന്നായി എടുക്കാൻ കഴിയുക. കാര്യം ഗാന്ധിജിയുടെ കൂടെ ഉള്ളവരോ നെഹ്റുജിയോ അല്ലെങ്കിൽ സർദാർ പട്ടേലോ അല്ല, എതിർഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പറയുമ്പോൾ അത് വളരെ ശരിയാന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ പല വാചകങ്ങളും വളരെ ഫേമസ് ആകുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ ചിലർ അർത്ഥനഗ്നായ ഫക്കീറാണ്, സന്യാസിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത് ഒക്കെ കൗതുകകരമായി നമുക്ക് ഇന്ന് തോന്നുന്നത്. അതേപോലെ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു ടോൺ മാറ്റി, സ്വരം മാറ്റി സംസാരിച്ചത് രാഷ്ട്രീയ സർക്കിൾസിൽ വലിയ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി ആള് മാറിയിരിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധി 2.0 ആണ് എന്ന് നമുക്ക് പറയാം. പഴയ രീതിയിൽ അപമാനിക്കപ്പെടുന്ന, അധിക്ഷേപിക്കപ്പെടുന്ന, പപ്പു എന്ന് വിളിക്കപ്പെടുന്ന, പിന്നോട്ട് നിൽക്കുന്ന, കോൺഫിഡന്റ് അല്ലാത്ത രാഹുൽ ഗാന്ധിയിൽ നിന്ന് അസേർട്ടീവായ, പോസിറ്റീവായി മുന്നേറുന്ന ഒരു രാഹുൽ ഗാന്ധിയെ കാണാം. മറുഭാഗത്ത് ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഈ ലോക്കൽ റീജിയണൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സിലുള്ള ശ്രദ്ധ കുറച്ചെങ്കിലും കുറയുകയും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നരേന്ദ്രമോദിജിയുടെ പല ഇടപെടലുകളും അല്ലെങ്കിൽ പല ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം പലപ്പോഴും ഈ കളത്തിലില്ല. കളം നരേന്ദ്രമോദിജിയുടെ നിന്ന് പതുക്കെ വിട്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം പലർക്കും തോന്നുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആ കളത്തിലേക്ക് വളരുന്നുണ്ടോ എന്നും തോന്നുന്നുണ്ട്. കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും.
നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.